എന്റെ മിനി നീ ഇങ്ങനെ ഇരുന്ന് മോങ്ങിട്ട് ഒരു കാര്യമില്ല. അല്ല ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? എന്തായിട്ട് നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊന്നും. അല്ല പാരമ്പര്യമായിട്ട് ഇങ്ങനെ വല്ലതും ഉണ്ടോന്നറിയാൻ ചോദിച്ചതാ. ദേ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണ്ട. വിട്ടുകളാ. ഇതാ ഉത്തമന്റെ പണിയായിരിക്കും. ദേവന്നു മുതല് വാട്ടർ ബോട്ടിലെ വെള്ളം മൊത്തം ഞാൻ കുടിച്ചു. കുറച്ച് ബൂസ്റ്റ് എനിക്ക് തരാം. ബൂസ്റ്റ് മാത്രം ആക്കണ്ട, കുറച്ച് ഹോർലിക്സും ബോൺവിറ്റും കൂട്ടിക്കലക്കി അണ്ണാക്കിട്ട് ഒഴിച്ചു തരാം. അച്ചാച്ചൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല. അമ്മാമ്മ എന്തിനാ കരയുന്നേ? ഈ അച്ചാച്ചൻ തല്ലിയോ? ദുഷ്ടനായി അച്ചാച്ചൻ. ഈ അച്ചാച്ചനെ നമുക്ക് കോക്കാന് പിടിച്ചു കൊടുക്കാം. അമ്മാമ്മ ഞാനിന്ന് സ്കൂളിൽ പോകുന്നില്ല കേട്ടോ. ഇതിനകത്തങ്ങനെ കൊണ്ടിട്ട് പൂട്ട വാളിയാ. അകത്ത് സർവത്ര സാധനം കലക്കി വെച്ചിട്ടുണ്ട്. മോൻ ചെല്ല്. വേണ്ട വേണ്ട, എനിക്ക് അമ്മാമ്മ കലക്കി തന്നാ മതി. ഞാൻ തരാം. മുന്തിരി കണ്ട് കൊതിച്ചു. ആ ഉത്തമ ലഡു കൊണ്ട് വന്നപ്പോഴേ എൻ്റെ മനസ്സിൽ ലഡു പൊട്ടിയതാ. എന്താ ഉടായ്പായിരിക്കുന്നു. എന്തിനാ സാറേ ഇത്? അല്പം മധുരം തുണിയിടൂ സജീവേ. ഇന്ന് മോളുടെ 23ാമത് ബർത്ത്ഡേയാ. ഇന്നാ എൻ്റെ പൊന്ന് സാറേ വേണ്ട. ഉത്തമം വന്ന് ഇങ്ങനെ ഒരു മധുരം തന്നോണ്ട് ഒരാൾ ബാഗ് തൂക്കി ബൂസ്റ്റ് ചോദിച്ച് നടപ്പാ. അതാരാ? എൻ്റെ അളിയൻ ബാലളിയൻ. അല്ലാതാരാ? ഭയങ്കര കൈവശമല്ലേ ആ ഉത്തമൻ ലഡുവിൽ തന്നത്. ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ആ ബ്രോക്കർ ശോഭയുടെ കാര്യം എന്താണോ എന്തോ. ശോഭിനിയൻ രാവിലെ വിളിച്ചായിരുന്നു. അവൻ്റെ ഭാര്യ ഫോൺ എടുത്തത്. അവരെവിടെയോ ധ്യാനത്തിന് പോയിരിക്കുകയാണ് പോലും. അപ്പോ ഇത് തന്നെയാ കാര്യം. കൈവശം. എനിക്ക് ഈ കൂടോത്രത്തിലും മന്ത്രവാദത്തിലൊന്നും ഒരു വിശ്വാസവും ഇല്ല കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ആ പുത്തൂരൊരു വൈദ്യരുണ്ട്. അയാൾ ഈ കൂടോത്രം മന്ത്രവാദം ഒക്കെ ഒഴിപ്പിക്കുന്ന പറഞ്ഞേ. ഒരു കാര്യം ചെയ്യേ, ആ ബാലനെ അവിടം വരെ ഒന്ന് കൊണ്ടുപോ. എന്നാ പിന്നെ ആ വഴി ഒന്ന് നോക്കാം. ഇത് പാർക്കല്ല. എനിക്ക് പാർക്കിൽ പോയി കളിക്കണം. ഇത് പാർക്കല്ല, ഊഞ്ഞാലാടണം. ഓ ഊഞ്ഞാലൊക്കെ അതിന്റെ ഉള്ളിൽ കെട്ടിയിട്ടുണ്ട്. വാളിയാ. ഊഞ്ഞാലാടിയിട്ടേ നമുക്ക് സൂയിൽ പോകണം. എനിക്ക് സിംഹവാലം കുരങ്ങനെ കാണണം. ഓ സിംഹവാലം കുരങ്ങനെ കാണാനാണെങ്കിലേ അളിയനൊരു കണ്ണാടി മേടിച്ചങ്ങ് നോക്കിയാൽ മതി. ബുദ്ധിക്കൽപ്പം കുറവുണ്ടെന്ന് വെച്ചിട്ട് എന്റെ ആങ്ങളെ കളിയാക്കാൻ നിൽക്കണ്ടോ. വാളിയാ. പിടിച്ചടി. വടക്കൊന്ന് വന്നവരല്ലേ? എല്ലാം സ്വാമി പറഞ്ഞു. ആ നടക്ക. തെക്കോട്ട് എടുക്കുന്നതിന് മുമ്പ് വേഗം മരുന്ന് കൊടുക്കും വൈദ്യരെ. വൈദ്യരല്ല, പിന്നെ ആരാ? ശിഷ്യനാണ്. ആനന്ദകുമാർ നന്ദകുമാർ സ്വാമികൾ. വരിക നടക്ക, അങ്ങനെ വരിക. വാ വൈദ്യരെ. ഇയാളുടെ അളിയനാണല്ലേ? അളിയനൊക്കെയാ, പക്ഷെ ഇപ്പൊ അച്ചാച്ചനാ. ഒരു ഒറ്റമൂലം അങ്ങോട്ട് കൊടുക്ക, അതിലങ്ങോട്ട് തീരും. അയ്യോ കൊല്ലണ്ട, ആള് പാവ. ഒരു അളിയനുള്ളൂ. എടോ കൈവശം ചതിപ്പിച്ച് കളയാന്നാണ് പറഞ്ഞത്. അത് മതി അത് മതി. അമ്മാമ്മേ, അത് ജ്യൂസാണോ? ആ അതെ, ബൂസ്റ്റ് ഹോർലിക്സ് എല്ലാം കൂടെ കൂട്ടിക്കലക്കിയ ജ്യൂസാ. ഇതങ്ങോട്ട് കൊടുത്തോളൂ. മോൻ കുടിച്ചേ. അമ്മാമ്മ കുടിച്ചിട്ട് തന്നാ മതി, അച്ചാച്ചന് കൊടുക്കണ്ട കേട്ടോ. നീ കുടിക്കുക. ഇനി മോന് കൊടുത്തേ. മോ കുടിക്ക്. കുടിക്ക മോൻ കുടിച്ചേ.
ആ അതെ അതെ. ആ കുടിക്ക കുടിക്ക കുടിക്ക. രണ്ട് മിനിറ്റിനൊക്കെ ഛർദിക്കും. പൊക്കോളൂ. ദൃഷ്ടിദോഷം മാറാൻ എന്തെങ്കിലും മരുന്നുണ്ടോ വൈദ്യരെ? താൻ തൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാണ്ടിരുന്നാൽ മതി. അതെങ്ങനെ പറ്റും? രാവിലെ അവളെ എൻ്റെ മുഖത്ത് വയ്ക്കല്ലേ ഭക്തിയാനം പാടുന്നേ. ഭക്തിയാനോ? ഇതാണോ ഭക്തിയാനം? ഇത് പൂരപ്പാട്ടല്ലേ? ഞാനതിനെ ഭക്തിയാനം എന്നാ പറയണേ. സമ്മതിക്കണം. ആ ആന ചിന്റെ പിടിച്ചു തുടങ്ങി, ഛർദിച്ചു തുടങ്ങി. ചെല്ല് 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 ചെല്ല്. ആ ഇന്നവൻ ഛർദിച്ചാൻ്റെ ഉപ്പാട് വരും. ഓ, എന്നും പണിമുടക്കാണല്ലോ ഈ സ്കൂട്ടർ. ആ ഹലോ. ആ സാറേ, ഞാൻ കുറേ വിളിച്ചിരുന്നല്ലോ, കിട്ടുന്നുണ്ടായിരുന്നില്ല. ആണോ? ഞാൻ ഈ ക്ഷേത്രത്തിലായിരുന്നു. ഇന്ന് മോളുടെ പേരിലായിരുന്നു പൂജ. ആ അതെ അതെ അതെ, ഇന്ന് അവളുടെ പിറന്നാളായിരുന്നല്ലോ. രാവിലെ വന്നു മറന്നോ? മാറുന്നിട്ടൊന്നുമില്ല. ഞാൻ വിളിച്ചതേ, നമ്മുടെ അസോസിയേഷൻ്റെ ഇലക്ഷൻ വരുന്നത് അറിയാലോ, അതിൽ ഞാൻ മത്സരിക്കുന്നുണ്ട്. അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ സാറിനെ കണ്ടിരുന്നില്ല, അതാ വിളിച്ചത്. പിന്നെ എനിക്ക് ഓപ്പോസിറ്റ് മത്സരിക്കുന്നത് ഉത്തമൻ ചേട്ടനാ. സാർ ഉത്തമൻ ചേട്ടൻ്റെ വീട്ടിലാണ് താമസിക്കുന്നെങ്കിലും എന്നെ മറക്കല്ലേ. വല്ലപ്പോഴും ലിഫ്റ്റ് തരാൻ ഞാനൊക്കെ കാണും. ഓ ശരി ശരി. കൂടെ നിൽക്കണേ. മോളോടും പറയണം. ഞങ്ങളിപ്പോഴൊരു വൈദ്യരെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. രാത്രി വരാം. എന്തിനാ? പ്ലാൻ ചെയ്യാൻ. വേണ്ട വേണ്ട, പ്ലാനിങ് ഒക്കെ രാവിലെ മതി. നാളെ. എന്നാ ശരി, ഞാൻ അടുത്ത ആളെ ഒന്ന് വിളിക്കട്ടെ. ആ ചിഹ്നം കിട്ടിയിട്ടോ, നോക്കുകുത്തി. ആ നല്ല ചിഹ്നം. എടാ പിള്ളേരെ, ഈ വീഡിയോ വൈറലാവണം. ഇത്തവണ ഞാൻ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഹണി റോസിനെ കൊണ്ടുവരും. ഉള്ളത് പറയാലോ. ഉള്ളതേ പറയാവുള്ളൂ. നീ പറഞ്ഞു. ഹണി റോസ് എന്ന് പറഞ്ഞിട്ട് അവസാനം ചാളമേരി കൊണ്ടുവന്ന പണി വരും. ഹണി വരും. പക്ഷേ എനിക്കെതിരെ നിൽക്കുന്നവൾക്കെതിരെ ഞാനൊരു പണി പണിയും. ഉത്തമേട്ടാ, മിനിച്ചേച്ചിയുടെ ചിഹ്നം നോക്കൂത്തിയ. ഒറിജിനലായിട്ടൊരു നോക്കൂത്ത് കൂടെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ആ ചിഹ്നം കിട്ടിയത് തന്നെ നന്നായി, ബെസ്റ്റ്. പിന്നെ എന്റെ ചിഹ്നം ഞാൻ ഉറപ്പിച്ചില്ലേ, തീപ്പെട്ടി. നോക്കൂത്തി എത്തിക്കാൻ തീപ്പെട്ടി വേണ്ടാവേ. പെട്ടെന്ന് വീഡിയോ എടുത്തോ, എന്നിട്ട് എല്ലാ ഗ്രൂപ്പിലേക്കും ചാമ്പിക്കോ. എടുത്തോ. ഓക്കെ. പ്രിയമുള്ള റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളെ, വീണ്ടും നമ്മളൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഞാൻ പ്രസിഡന്റ് ആയപ്പോൾ നമ്മുടെ കോളനിയുടെ വടക്കേ വശത്ത് ഒഴിഞ്ഞു കിടക്കുന്ന തരിശായ ഭൂമി, എൻ്റെ സ്വന്തം പേരിലുള്ള ഭൂമിയിൽ കെട്ടിടം പണിത് ഞാൻ മാവേലി സ്റ്റോറിന് വേണ്ടി സമർപ്പിച്ചു. അതിന്റെ വാടക മാസം എണ്ണി മേടിക്കുന്നില്ലേ? ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യം പറ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ ഭക്ഷണം കൊടുത്ത കാര്യം പറഞ്ഞാലോ? ഈ കഞ്ഞിക്കണക്കും പറഞ്ഞുകൊണ്ട് ഒരു വീട് ചെയ്തിട്ട് ഉള്ള വോട്ടും കൂടെ ഗോവിന്ദയാവും. ആണോ? ആ. എടാ, ഇത്തവണ ഈ ബാലറ്റും ചിഹ്നമൊക്കെ ആക്കിയത് കൊണ്ട് ആളുകൾ എന്നെ ആക്കുമോ എന്നൊരു സംശയം ഇല്ലാതില്ല. പിന്നെ ആ സജീവിന്റെ കുബുദ്ധി കൂടി ആവുമ്പോ എന്താവോ എന്തോ. എന്തെങ്കിലും നല്ല കാര്യം ഇവിടെ ചെയ്തിട്ട് ആൾക്കാരുടെ പ്രീതി പിടിച്ച് പറ്റാൻ നോക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓണത്തിന് എല്ലാ വീട്ടിലും ഓരോ സാമ്പാർ ഈറ്റം കൊടുത്താലോ? ആ എല്ലാവരും ഉണ്ടല്ലോ. ഇയാൾക്ക് ഈ സ്കൂട്ടറിന്റെ പുറകെ നിന്ന് ഇറങ്ങാൻ നേരമില്ലേ? രാവിലെ ഒരു ടിപ്പറിന് അട വെച്ചേരാടാ. ആ ടിപ്പറുകാരൻ വെട്ടിച്ചോണ്ടാ, അല്ലെങ്കിൽ മണ്ണിനടിയിൽ പോയത്. ആ എന്താ പരിപാടി ഇന്ന്? ഇത്തവണത്തെ ഇലക്ഷൻ വരുവാണല്ലോ, തീപ്പെട്ടിയിൽ ഞാനും ഉണ്ട്. മിനി പറഞ്ഞായിരുന്നു. ആർക്ക് വേണമെങ്കിലും പറയാമല്ലോ. സമയമാകുമ്പോ തീപ്പെട്ടിയിലേക്ക് ഒന്ന് ഒരച്ചേക്കണം. ഈ യുവാക്കളാണ് എന്റെ ശക്തി. അതെ, ഒരു ഭരണമാറ്റം വേണ്ടേ ഉത്തമ? സ്ത്രീകളും അധികാരത്തിൽ വരട്ടെ. അത് ശരി. അപ്പൊ എന്റെ വീട്ടിൽ കിടന്നിട്ട് എനിക്കിട്ട് തന്നെ പണിയോ അല്ലേ? ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ഒരു ലിഫ്റ്റ് കൊടുത്താൽ പിന്നെ ചോറ് ഇവിടെ കൂറ് അവിടെയാ അല്ലേ? അതെ, പറഞ്ഞു നിൽക്കാൻ സമയമില്ല. മോളെ അമ്പലത്തിൽ നിന്ന് കൂട്ടണം. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? ലിഫ്റ്റ് തരാം. അയ്യോ, ടിപ്പർ ചീറിപ്പായുടെ സമയാ. ഞങ്ങൾ നടന്നു പോക്കോളാം. സാറ് പോയാട്ടെ. എന്നാ ഞാൻ പോട്ടെ. പോ. മോളെ കൂട്ടുവോ കുറയ്ക്കോ എന്തേലും ചെയ്യ്. ഞാനെന്ന് അങ്ങോട്ട് പോവാ. ബാക്കി വീഡിയോ നമുക്ക് വൈകിട്ട് എടുക്കാം. എനിക്ക് പോയിട്ടേ ഇച്ചിരി പണിയുണ്ട്, അതുകൊണ്ടാ കേട്ടോ. എന്നാ വിട്ടാലോ? ഉച്ചവരെ എവിടെയല്ലേ? 500 രൂപ കിട്ടും. ഓ, ഈ ഉത്തമന്റെ ഒരു കാര്യം പറഞ്ഞ വെറുതെ വീഡിയോ എന്ന് പറഞ്ഞ് മനുഷ്യനെ ചുറ്റിക്കാനായിട്ട് ഒരു ദിവസം പോയി. പിള്ളേരെ ഒന്ന് നിന്നേ.
ആ രാജു അവിടെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പെട്രോളും പിടിച്ച് നിൽപ്പുണ്ട്. എന്താ കാര്യം? ആ രാജശേഖരൻ കമ്മത്തിന് ഇന്ന് രാജു ആധാരം വെച്ച് കുറച്ച് പൈസ എടുത്തിരുന്നു. അതിന്റെ പലിശയുടെ പലിശയും കൂട്ടുപലിശയും എല്ലാം അടച്ചെടുത്താൽ പാവം. എന്നിട്ടും ആധാരം തിരിച്ചു കൊടുത്തിട്ടില്ല. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യും മുരളിയേട്ടാ? എങ്ങനെയെങ്കിലും നിങ്ങൾ ആധാരം ഒന്ന് എടുത്തു കൊടുക്കണം. അടുത്താഴ്ച മകളുടെ കല്യാണം. ഈ ആധാരം സൊസൈറ്റിയിൽ പണയം വെച്ചിട്ട് വേണം മകളുടെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കാനായിട്ട്. ഞങ്ങളൊന്നും ചോദിച്ച് തരൂല്ല ചേട്ടാ, അത്രയ്ക്കും ദുഷ്ടനാ കമ്മത്ത്. നാടിനും നാട്ടുകാർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ചെയ്യണം. നമുക്ക് ആധാരം എടുത്തു കൊടുത്താലോ? എങ്ങനെ? വഴിയുണ്ട്, വാടാ. ചേട്ടൻ നോക്കിയോ, ആധാരം ഞങ്ങൾ വന്നേക്കാം. എന്നെ വേണോ? ഞങ്ങൾ കുറച്ച് ദൂരത്തുനിന്ന് വരുവാണ്. ഞങ്ങൾ കമ്മത്ത് സാറിനെ ഒന്ന് കാണാൻ കൊടുക്കണം. വരൂ ഉള്ള വരൂ. നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങളൊക്കെ കമ്മത്തുകൾ തന്നെയാണ്. കാര്യം പറയാൻ കൊടുക്കൂ. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാസുണ്ട്. അത് സാറുടെ കയ്യിൽ ഡിപ്പോസിറ്റ് കൊടുക്കാൻ വന്നതാണ്. ഇരിക്കാൻ കൊടുക്കൂ. റുക്കു, നോക്കി നിൽക്കാതെ ചായ കുടിക്കാൻ കൊടുക്കൂ. இந்த சூட்கேஸ்க்குள்ள லிக்விட் மணி தானே? ஆமாம், 10 ലക്ഷം രൂപ இருக்கு. ഞങ്ങൾക്ക് നല്ല പലിശ കൊടുത്താൽ ഇടയ്ക്ക് ഞങ്ങൾ പൈസ തരാൻ കൊടുക്കും. ഞാൻ നിങ്ങൾക്ക് നല്ല പലിശ തരാൻ കൊടുക്കും. നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് മണി ഉണ്ടോ? ബ്ലാക്ക് മണി കൊടുത്ത് വൈറ്റ് മണി കിടക്കുമാ? എന്നാ ഞങ്ങളൊക്കെ അതെ ശരി, നിങ്ങളെ പരിചയപ്പെടാൻ കൊടുക്കൂ. ഞാൻ കുപ്പുസ്വാമി. ഞാൻ കറുപ്പുസ്വാമി. ശരി, നിങ്ങളിവിടെ ഇരിക്കാൻ കൊടുക്കൂ. സജേഷ് അല്ല, കുപ്പുസ്വാമി. റുക്കു, ഇന്നത്തെ കണി എങ്ങനെയുണ്ട് റുക്കു? അവരുടെ കയ്യിൽ നിറയെ കാശുണ്ട്. സൂത്രത്തിൽ അത് അടിച്ചെടുക്കാൻ കൊടുക്കണം. സൂത്രത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ മിടുക്കണ്ടാണേ. നിങ്ങൾ സൂത്രക്കാരൻ മാത്രമല്ലേ, സൂത്രം ധരിച്ചവരാണ് നമ്മളൊക്കെ தெரியும். പിന്നെ ഒരു കാര്യം പറയാൻ കൊടുക്കൂ. അവങ്ങളെ സീക്രമാ കൊള്ളാതീങ്കോ. പയ്യെ തിന്നാൽ പനിയും തിന്നാമെന്നൊരു ചൊല്ലിരിക്ക്. ശരി, നീ സായുമായി അങ്ങോട്ട് വാ. ഇന്നാ ചായ കുടിക്കാൻ കൊടുക്കും. റുക്കു, ഇനി ഇവരെ അന്യ ആളുകളായി കാണാൻ കൊടുക്കണ്ട. നമ്മുടെ ആൾ തന്നെ. എന്താ കാശ് കൈമാറാൻ കൊടുക്കട്ടെ? കൊടുക്കാം. ഭദ്രമായി നമ്മൾ ലോക്ക് ചെയ്യാൻ കൊടുക്കട്ടെ? വേഗം ലോക്ക് ചെയ്യൂ, നിങ്ങൾക്ക് പോയി തിരക്കുണ്ട്. അതെ വേഗം പോയി വരൂ. റുക്കു, നീ ഇവരോട് കിന്നാരം പറഞ്ഞിരിക്കൂ. ഞാൻ ഈ കാശ് എടുക്കട്ടെ. 10 ലക്ഷം രൂപ തീർമ്പൽ ദേവാ. കാശ് കൊണ്ട് ഈ അൽമാര മുഴുവൻ തരണേ. 10 ലക്ഷം രൂപ. റുക്കു, ഇവർ കള്ളന്മാരാണ്. ഒരു കാര്യമില്ല. മര്യാദ രാജുവിന്റെ ആധാരം എടുത്തോ, ഇല്ല രണ്ടിന്റെ ശവോടെ വീഴും. പോലീസിനെ വിളിക്കാൻ കൊടുക്കും. പോലീസിനെ വിളിക്കേ. പിന്നല്ലേ എൻഫോഴ്സ്മെന്റ് വരും. പിന്നെ കുപ്പേരയ്ക്ക് തനിക്ക് ജയിലിൽ കിടക്കാം. മര്യാദക്ക് രാജുവിന്റെ ആധാരം എടുത്തു കൊടുത്തോ, ഇല്ല രണ്ടിന്റെ ശവോടെ വീഴും. തരാൻ കൊടുക്കാം. ഓക്കെ അല്ലേ?
മേലാൽ ഈ വക പരിപാടി കൊണ്ട് ഇറങ്ങിയ ഇല്ല